കേരളത്തിലെ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ 18ാമത് കാസർഗോഡ് ജില്ലാ വാർഷിക പൊതുയോഗം. കളനാട് മലബാർ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ഉദുമ എംഎൽഎ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കരിങ്കൽ, മെറ്റൽ, പൂഴി, എംസാൻഡ്, സിമന്റ് തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യവും നിയമതടസ്സം മൂലം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന പൂഴി ചെക്ക് പോസ്റ്റിൽ തടഞ്ഞുവെക്കുന്നതും അനിയന്ത്രിതമായ വിലക്കയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുകയാണ്. ഇതുമൂലം കേരളത്തിലെ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അതുകൊണ്ടുതന്നെ ഇതിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ 18ാമത് കാസർഗോഡ് ജില്ലാ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. നിർമ്മാണ മേഖലയിൽ 60 വയസ്സ് പൂർത്തിയായ തൊഴിലാളികൾക്ക് നൽകിവരുന്ന പെൻഷൻ തുക വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. വാർദ്ധക്യകാലത്ത് അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ തുക എത്രയും വേഗം നൽകി തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കളനാട് മലബാർ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ഉദുമ എംഎൽഎ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ അതിരൂക്ഷമായ വിലക്കയറ്റം, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ചും പൂഴിയൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വാഭാവികമായി നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. എല്ലാ ദിവസവും തൊഴിൽ ലഭിക്കില്ല. അപ്പോൾ തൊഴിൽ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപജീവനം, നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു നിരാശ ബാധിക്കുമ്പോഴാണ് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയുടെ വക്കിലൊക്കെ പോകുന്നത്. പക്ഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ സംഘടനയുടെ ഭാഗത്തുണ്ടായത്. ഇതിനകത്ത് ക്ഷേമനിധി പോലുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പോഴും ഉണ്ട്. അതൊക്കെ പരമാവധി പലപ്പോഴും പല തൊഴിലാളികളും ക്ഷേമനിധിയിൽ അംഗമാകുന്നില്ല. നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നാളത്തെ, കാരണം നമുക്ക് നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടിത ശക്തിയായി ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് അസോസിയേഷൻ മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണി മാധവം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി വടകര മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേശൻ നീലേശ്വരം അനുശോചന പ്രമേയവും ജില്ലാ ജനറൽ സെക്രട്ടറി മനേഷ് വി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജയൻ മോനാച്ച വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞിരാമൻ പാട്ടിക്കൊച്ചി, സംസ്ഥാന കമ്മിറ്റി അംഗം ഉമേശൻ ഉദുമ എന്നിവർ സംസാരിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ തൃക്കരിപ്പൂർ സംഘടനാ അവലോകനം നടത്തി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാജേഷ് കുമാർ തൃക്കരിപ്പൂർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ അണിഞ്ഞ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.